കാമുകിയെ തൻ്റെ മുന്നിൽ വെച്ച് കൊല്ലുന്നു. എന്നാൽ കൊലപാതകയെക്കുറിച്ച് നായകന് ഒരു ഐഡിയയുമില്ല. കാരണം അവൻ്റെ മുഖം നായകൻ കണ്ടിരുന്നില്ല. പക്ഷേ അവൻ്റെ ശബ്ദം നായകന് അറിയാം. ആ ലീഡ് വെച്ച് നായകൻ കൊലയാളിയെ കണ്ടെത്തുന്നു. പക്ഷേ അവസാനം നായകൻ്റെ കിളിപാറുന്ന രീതിയിലാണ് ട്വിസ്റ്റ്. നായകൻ്റെ മാത്രമല്ല, നമ്മുടെ കിളിയും പാറും. അതുമാത്രമല്ല, ആണിൻ്റെ പ്രേമത്തിനാണോ പെണ്ണിൻ്റെ പ്രേമത്തിനാണോ കരുത്ത്, അതിനുത്തരവും ഈ സിനിമ നമുക്ക് നൽകും. കിളികൾ പാറാൻ തയ്യാറായിക്കൊള്ളൂ. വേഴം എന്ന സിനിമയുടെ കഥ കേൾക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ കാട്ടിൽ ഒരു ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. ഇത് അവിടെയുള്ള മന്ത്രിയുടെ മകൻ്റെ ഡെഡ് ബോഡിയാണ്. അടുപ്പിച്ചടുപ്പിച്ച് 2 കൊലപാതകങ്ങൾ നടന്നതുകൊണ്ട് ഇവ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുമാത്രമല്ല, മരിച്ചവൻ്റെ ശരീരത്തിൽ എക്സ് എന്ന പാടുമുണ്ട്. അടുത്ത ഷോട്ടിൽ 2014 നീലഗിരി എന്ന സ്ഥലത്തെ കാണിക്കുന്നു. നമ്മുടെ നായകനും അവൻ്റെ ഗേൾഫ്രണ്ടും ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ പ്രായമുള്ള ഒരാൾ പറയുന്നു, ഇങ്ങനെ ഇറങ്ങി നടക്കരുത്, ആ കൊലയാളി ഇവിടെയും വരുമെന്ന്. ശേഷം അവർ 2 പേരും മലമുകളിലിരിക്കുമ്പോൾ നായകൻ ഗൗരിക്ക് പകരം നീയായിരുന്നുവെങ്കിലോ, ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു കാറ് അവരെ ഇടിച്ചില്ല എന്ന മട്ടിൽ അവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. എന്നാൽ ആ വണ്ടി കുറച്ചു ദൂരം പോയതിനു ശേഷം റോഡിന് കുറുകെ പാർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടേക്കെത്തിയ നായകൻ കാർ കാരണം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കാറിൽ ചാവി ഉള്ളതുകൊണ്ടും കാർ റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നു. അങ്ങനെ ഒതുക്കി മിററിൽ നോക്കിയപ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാനില്ല. അവൻ ഓടി ബൈക്കിൻ്റെ അടുത്തെത്തി ചുറ്റും അന്വേഷിക്കുന്നു. അപ്പോൾ ആരോ വന്ന് നായകൻ്റെ തല തുണി കൊണ്ട് മൂടുന്നു. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതിരുന്നാൽ നിന്നെ ജീവനോടെ വിടാമെന്ന് പറയുന്നു. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ടായാൽ അടുത്ത സീനിൽ നായകൻ ഞെട്ടിയുണരുന്നു. ഇപ്പോൾ ആ സംഭവം കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിരിക്കുന്നു. ഹീറോ വേറെ സ്ഥലത്താണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. എന്നാൽ അവന് ഇപ്പോഴും കാമുകിയെക്കുറിച്ചാണ് ഓർമ്മ. ഹീറോയ്ക്കൊരു സിസ്റ്ററും അളിയനുമുണ്ട്. ഹീറോയുടെ സുഹൃത്ത് കാർത്തിക്, അവൻ ഹീറോയുടെ കൂടെയാണ് താമസം. കാർത്തിക്കിൻ്റെ ഗേൾഫ്രണ്ട് ഇവരുടെ നാട്ടിലേക്ക് ജോലി സംബന്ധമായ ആവശ്യത്തിന് വരുന്നുണ്ട്. അപ്പോൾ അവളെ എൻ്റെ മുറിയിൽ താമസിപ്പിക്കാൻ ഹീറോയോട് സമ്മതം വാങ്ങിക്കണമെന്ന് ഹീറോയുടെ ചേച്ചിയോട് കാർത്തിക് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നായകൻ്റെ ജോലി കാണിക്കുന്നു. ടെലികോം കമ്പനിയിൽ കസ്റ്റമറോട് സംസാരിക്കുന്ന ജോലിയാണ് നമ്മുടെ നായകന്. അവൻ ഈ ജോലി സെലക്ട് ചെയ്തത് അവൻ്റെ കാമുകിയെ കൊന്നവനെ കണ്ടുപിടിക്കാനാണ്. അവൻ്റെ ശബ്ദം മാത്രമേ നമ്മുടെ നായകൻ അറിയുകയുള്ളൂ. അതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് കാമുകിയെ കൊന്നവൻ്റെ ശബ്ദവുമായി മാച്ച് ചെയ്യുന്നുവോ എന്ന് പരിശോധിക്കാനാണ് ഹീറോ ഈ ജോലി സെലക്ട് ചെയ്തത്. നമ്മുടെ ഹീറോയുടെ പേര് അശോക് എന്നാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ സിസ്റ്റർ അവനോട്, അശോക്, ഇന്ന് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണമാണ്, നമുക്ക് എന്തായാലും പോകണമെന്ന് പറയുന്നു. അപ്പോൾ അശോക്, പറ്റില്ല, ഇന്ന് ലീനയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ ചേച്ചി, 5 വർഷമായില്ലേ, ഇപ്പോഴും നീ അതോർത്ത് ആ കുറ്റബോധത്തിൽ തന്നെ ജീവിക്കുകയാണോ, അതൊക്കെ മറക്കുകയെന്ന് പറയുന്നു. അപ്പോൾ അശോക്, എനിക്ക് എല്ലായ്പ്പോഴും അവൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം അവൻ്റെ ശബ്ദം മാത്രമാണ് ഞാൻ കേൾക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ഹീറോ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം ലീനയുടെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ഹീറോ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അയാളും പൂക്കൾ വെച്ച് ശവക്കല്ലറ നോക്കി പ്രാർത്ഥിക്കുന്നു. ആ പോലീസ് ഓഫീസറുടെ പേര് ഫ്രാൻസിസ് എന്നാണ്. അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഫ്രാൻസിസ്, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ഒരു ലീഡും കിട്ടിയില്ല എന്ന് പറയുന്നു. ശേഷം അശോക് വീട്ടിലെത്തുന്നു. അവിടെ ദിവ്യയുടെ ഫ്രണ്ടായ പ്രീതി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് അശോകിനെ പരിചയമില്ലാത്തതുകൊണ്ട് അശോകിനെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അശോക്, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് റൂമിനകത്തുണ്ട്, അത് പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ പ്രീതി ഐഡൻറ്റിറ്റി കാർഡ് നോക്കുന്നതിനിടയിൽ ലീനയുടെ ഫോട്ടോ കാണുന്നു. അങ്ങനെ പ്രീതി പുറത്തേക്കെത്തുമ്പോൾ അശോകിൻ്റെ സുഹൃത്തായ കാർത്തിക്കും ദിവ്യയും അവിടേക്ക് വരുന്നു. അശോക് കാർത്തിക്കിനോട്, ആരാടാ ഇവരൊക്കെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കാർത്തിക്, ഇതെൻ്റെ ഗേൾഫ്രണ്ട്, മറ്റേത് അവളുടെ ഫ്രണ്ട്, അവളൊരു നോവൽ എഴുത്തുകാരിയാണെന്ന് പറയുന്നു. അങ്ങനെ രാത്രി കാർത്തിക് അശോകിനെ സിനിമയ്ക്ക് വിളിക്കുന്നു. എന്നാൽ അശോക് വരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കാർത്തിക് വണ്ടിയെടുത്ത് ഒരു ഡിറ്റക്റ്റീവിനെ കാണാൻ പോകുന്നു. അപ്പോൾ ആ ഡിറ്റക്റ്റീവ്, ഇനി എന്നെക്കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല, നീ ഇരുട്ടത്താണ് തപ്പുന്നത്, ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അശോക് അവസാനമായി ഈ കേസിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാൻ പറയുന്നു. ഇപ്പോഴാണ് ആ കൊലപാതകങ്ങളെക്കുറിച്ച് നമുക്ക് കാണിക്കുന്നത്. ഒക്ടോബർ 12-ാം തീയതി നീലഗിരിയിലെ ഒരു സൈക്കോ കൊലയാളി ഉണ്ടെന്ന് ആ നാട്ടുകാരും പോലീസും വിശ്വസിച്ചിരുന്നു. കാരണം ആ മാസങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾ തന്നെയായിരുന്നു അതിന് കാരണം. ആദ്യത്തെ കൊലപാതകം 2014 ഒക്ടോബർ 8-നാണ്. ഗൗരി എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ശേഷം അയൺ റോഡ് ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ കത്തികൊണ്ട് വരച്ച ഒരു എക്സ് എന്ന മാർക്കുണ്ടായിരുന്നു. അടുത്ത കൊലപാതകം ഒക്ടോബർ 11-ന് മന്ത്രിയുടെ മകൻ, ഇവനെ 20 ദണ്ട് കൊണ്ട് അടിച്ച് കൊന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഗൗരിയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ഇരുമ്പ് റോഡ് കൊണ്ടാണ് ഈ കൊലപാതകവും നടത്തിയത്. അടുത്ത കൊലപാതകം ഒക്ടോബർ 17-നാണ്. വിക്ടിം ലീന ജോസഫ് ആൻഡ് അശോക്. അതിൽ നിന്നും രക്ഷപ്പെട്ട അശോകിൻ്റെ മൊഴി പ്രകാരം 2 കൊലയാളികൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അവിടെ എത്തിയ പോലീസ് ഓഫീസർ ഫ്രാൻസിസ് പറയുന്നത് ഒരു കൊലയാളി ഓടിപ്പോകുന്നത് കണ്ടു എന്നാണ്. അടുത്ത കൊല ഒക്ടോബർ 21-ന് ടൗൺ ഏരിയയിലെ ഒരു മാർക്കറ്റിലാണ്. ആ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഈ മരണവും നേരത്തെ സംഭവിച്ച മരണം പോലെ തന്നെയായിരുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കാനുണ്ടായതുകൊണ്ട്
ഈ വാർത്ത ഗവൺമെന്റ് രഹസ്യമാക്കി വെച്ചിരുന്നു. അതുമാത്രമല്ല, ഇതുവരെ കൊലയാളിയെ പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ കൊലകൾ തമ്മിലുള്ള ബന്ധം മരിച്ചവരുടെ കയ്യിലെ എക്സ് എന്ന മാർക്കും അതുപോലെ തന്നെ കൊല ചെയ്ത വിധവുമാണ് എന്ന് ഡിറ്റക്റ്റീവ് പറയുന്നു. ലീനയെക്കുറിച്ച് ആലോചിച്ച് നായകന് സമനില തെറ്റുന്ന പോലെയാകുന്നു. അങ്ങനെ നായകൻ കാർത്തിക്കിനെയും അവൻ്റെ ഗേൾഫ്രണ്ടിനെയും പിക്കപ്പ് ചെയ്യാൻ വരുന്നു. അപ്പോൾ പ്രീതി ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബൈക്ക് അവളെ ഇടിക്കാൻ വരുന്നു. ജസ്റ്റ് അവൾ രക്ഷപ്പെടുന്നു. അപ്പോൾ ആ ബൈക്കുകാരൻ അവളെ ചീത്ത വിളിക്കുന്നു. എന്നിട്ട് ബൈക്ക് എടുത്ത് പോകുന്നു. ഇത് കണ്ട അശോക് ആ ബൈക്കിനെ ചേസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് അവനോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലീനയെ കൊന്നവൻ്റെ ശബ്ദമാണോ ഇതെന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ അത് കില്ലറായിരുന്നില്ല. ശേഷം വീട്ടിലെത്തിയ കാർത്തിക്കിനോട് പ്രീതി എനിക്ക് ലീനയുടെ കൊലപാതകത്തെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നു. അങ്ങനെ പ്രീതി ലീനയുടെ മരണത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യുന്നു. ശേഷം അവർ അശോകിനോട് ലീനയെക്കുറിച്ച് ചോദിക്കുന്നു. ആദ്യം അശോക് ദേഷ്യപ്പെടുന്നുവെങ്കിലും പിന്നീട് ലീനയെക്കുറിച്ച് അവൻ പ്രീതിയോട് പറയുന്നു. ചെറുപ്പം മുതലേ അശോകിനും ലീനയ്ക്കും അമ്മ നഷ്ടപ്പെട്ടിരുന്നു. ലീനയുടെ അച്ഛൻ അവളെ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുത്തച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് നാട് വിട്ടു പോയിരുന്നു. അങ്ങനെ ആ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടാൻ കൂട്ടുകൂടിയതാണ് അശോകും ലീനയും. അങ്ങനെ അവർ മുതിർന്നപ്പോൾ ലീനയുടെ മുത്തച്ഛൻ ലീനയെ വിട്ട് മരണത്തിന് കീഴടങ്ങുന്നു. അങ്ങനെ ലീനയും അശോകും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയിരിക്കെ ലീനയുടെ അമ്മാവൻ്റെ മകനായ പോലീസ് ഓഫീസർ ഫ്രാൻസിസ് തലമാറി ലീനയുടെ അടുത്തേക്ക് വരുന്നു. അവൻ അശോകിനെ പരിചയപ്പെടുന്നു. അവർ നല്ല കൂട്ടാകുന്നു. അങ്ങനെയിരിക്കെ ലീനയുടെ അച്ഛൻ അവളെ തേടി വരുന്നു. എന്നാൽ ലീന അയാളെ കാണാൻ കൂട്ടാക്കുന്നില്ല. അയാളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. പക്ഷേ അയാൾക്ക് സ്റ്റൊമക് ക്യാൻസർ എന്നറിഞ്ഞപ്പോൾ ലീന അച്ഛനെ സ്വീകരിക്കുന്നു. ശേഷം അച്ഛനെ ഒരു കുഞ്ഞിനെ പോലെ അവൾ പരിചരിക്കുന്നു. അവളെ ഉപേക്ഷിച്ചു പോയതൊക്കെ അവൾ മറക്കുന്നു. കൂടാതെ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിനായി അച്ഛനെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സിംഗപ്പൂരിൽ നിന്നും മടങ്ങി വന്ന ലീന കാണുന്നത് ഗൗരിയുടെ ശവശരീരമാണ്. ആരോ അവളെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. അത് കണ്ട ഷോക്കിൽ ലീന ആകെ തകരുന്നു. അവൾക്ക് മനുഷ്യരോടുള്ള വിശ്വാസം നഷ്ടമാകുന്നു. അങ്ങനെ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് അശോകും ലീനയും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവരുടെ വഴി തടസ്സമായി ഒരു കാർ റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. ആ വണ്ടിയുടെ താക്കോൽ അതിലുണ്ടായിരുന്നു. അങ്ങനെ അശോക് ആ വണ്ടി ഒതുക്കി റോഡിന് സൈഡിൽ പാർക്കാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ലീന ഇല്ല. അവളെ അന്വേഷിക്കുന്നതിന് ഇടയിൽ ഒരുത്തൻ വന്ന് അശോകിൻ്റെ മുഖം തുണി കൊണ്ട് മൂടി ശബ്ദമുണ്ടാക്കാതിരുന്നാൽ നിന്നെ ജീവനോടെ വിടാമെന്ന് പറയുന്നു. പക്ഷെ അശോക് അവനെ അടിച്ചിടുന്നു. അപ്പോൾ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുന്നു. ശേഷം കാട്ടിനുള്ളിൽ വെച്ച് ലീനയെ അശോക് കണ്ടെത്തുന്നു. ലീനയെ ഉപദ്രവിച്ചവനെ അശോക് അടിച്ചിടുന്നു. എന്നാൽ പിറകിൽ നിന്നും ഒരുത്തൻ വന്ന് അശോകിൻ്റെ തലക്കടിക്കുന്നു. അപ്പോഴത്തേക്കും ഇവരെ കാണാത്തതുകൊണ്ട് ഇവരെ അന്വേഷിച്ച് ഇൻസ്പെക്ടർ ഫ്രാൻസിസ് അവിടേക്ക് എത്തുന്നു. അയാൾ അശോകിൻ്റെ വണ്ടി കണ്ട് അശോക് ലീന എന്ന് ഉറക്കെ വിളിക്കുന്നു. ശേഷം അയാളുടെ വണ്ടിയിലെ പോലീസ് സൈറൻ ഓണാക്കുന്നു. സൈറൻ കേട്ടതും കില്ലേഴ്സ് അലേർട്ട് ആവുന്നു. അവർ ലീനയുടെയും അശോകിൻ്റെ കയ്യിലും എക്സ് എന്ന സിമ്പിൾ വരച്ചതിന് ശേഷം ഇരുമ്പ് റോഡ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കുന്നു. ലീനയെ കമ്പി കൊണ്ട് തല്ലുന്നത് അബോധാവസ്ഥയിലും അശോക് കാണുന്നുണ്ട്. ലീനയെ കൊന്ന ശേഷം അവർ ഓടിപ്പോകുന്നു. അപ്പോഴത്തേക്കും ഫ്രാൻസിസ് വന്ന് അശോകിനെ രക്ഷപ്പെടുത്തുന്നു. ഈ കഥകളൊക്കെ കേട്ട ശേഷം പ്രീതി അശോകിനോട് പകരം വീട്ടാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. നിന്റെ കയ്യിലുള്ളത് ആകെ അവൻ്റെ ശബ്ദം മാത്രമാണ്. അത് വെച്ച് നീ എങ്ങനെ അവനെ കണ്ടെത്തുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അശോക് ഒരൊറ്റ കാര്യം അതുമാത്രം എയിമാക്കി വെച്ച് ജീവിച്ചു നോക്ക്. അപ്പോൾ മനസ്സിലാവും ഒരു നാൾ നീ ആഗ്രഹിക്കുന്ന ആ കാര്യം നിന്നെ തേടി വരും. അങ്ങനെ പിറ്റേ ദിവസം ദിവ്യ തിരിച്ചു പോകാൻ തയ്യാറാവുകയാണ്. എന്നാൽ പ്രീതി പോകുന്നില്ല. അവൾ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അന്ന് തന്നെ അവൾ അശോകിനെ ഡിന്നറിന് ക്ഷണിക്കുന്നു. അവൻ ഡിന്നറിന് വരാമെന്ന് സമ്മതം നൽകുന്നു. അങ്ങനെ പതിയെ അവർ നല്ല കൂട്ടാകുന്നു. പഴയ കളിയും ചിരിയും അശോകിന് തിരിച്ചു വരുന്നു. ഇത് കണ്ട് അശോകിൻ്റെ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇപ്പോൾ പ്രീതിക്ക് അശോകിനോട് പ്രണയമാണ്. അവൾ അത് അവനോട് തുറന്നു പറയുന്നു. എന്നാൽ അശോക് അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെയിരിക്കെ കൂനൂരിൽ വെച്ച് കാർത്തിക്കും ദിവ്യയ്ക്കും ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. ദിവ്യയ്ക്ക് മാത്രം കൈക്ക് കുറച്ച് പരിക്കുണ്ട്. ശേഷം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും ബൈക്ക് തിരിച്ചു കിട്ടാൻ കുറച്ച് പ്രൊസീജിയർ ഉള്ളതുകൊണ്ട് അശോക് അവരുടെ കൂടെ പോകുന്നില്ല. അപ്പോഴും പ്രീതി അശോകിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അശോക് അവളെ കാര്യം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അശോക് ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഒരുത്തൻ വന്ന് ഒരു സിഗരറ്റ് പാക്ക് വാങ്ങി അവിടെ നിന്ന് വലിക്കുന്നു. അപ്പോൾ അവൻ അശോകിനെ കണ്ടതും പേടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അശോക് അത് നോട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ പേടിച്ചോടുന്ന അവൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് പാക്ക് താഴെ വീഴുന്നു. അപ്പോൾ അശോക് ആ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി അയാളെ വിളിക്കുന്നു. എന്നാൽ അയാൾ കേൾക്കാത്ത പോലെ പോകുന്നു. ഇത് കണ്ട ആ കടക്കാരൻ അവന് ചെവി കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല. ഇവിടെ ആ ലേക്കിൻ്റെ അടുത്താണ് താമസം. ആ സിഗരറ്റ് പാക്കറ്റ് ഇവിടെ വെച്ചോളൂ, അവൻ പിന്നീട് വന്ന് എടുത്തോളും, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പയ്യൻ അത് കൊണ്ടുപോയി കൊടുത്തോളും എന്ന് പറയുന്നു. അങ്ങനെ അശോക് ആ സിഗരറ്റ് പാക്കറ്റ് അവിടെയുള്ള കടയിൽ കൊടുത്ത് നടന്നു പോകുന്നു. എന്നാൽ പോകും വഴി അശോക് കഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓർക്കുന്നു. ഓരോ കാര്യങ്ങളും ഇങ്ങനെ അശോകിന് മിന്നി മറയുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അപകടം കഴിഞ്ഞ് പോലീസ് ഓഫീസറായ ഫ്രാൻസിസ് ചോദിക്കുന്ന കാര്യങ്ങൾ അശോക് ഓർത്തെടുക്കുന്നു. അവർ എത്ര പേരുണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്നൊക്കെ. അതിന് അശോക് രണ്ടാമത്തെ ആൾ ഒന്നും സംസാരിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ അശോകിന് ഒരു കാര്യം മനസ്സിലാകുന്നു, രണ്ടാമത്തെ ആൾ ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ അയാൾ എന്തുകൊണ്ട് ഒരു ഊമയായിക്കൂടാ? അശോക് അപ്പോൾ തന്നെ നേരത്തെ സിഗരറ്റ് പാക്ക് മറന്നവൻ്റെ പിറകെ ഓടുന്നു. അവൻ നേരെ ഒരു വീടിനകത്തേക്ക് കയറിപ്പോകുന്നു. അശോകും അവൻ്റെ പിന്നാലെ ആ വീടിനകത്തേക്ക് കയറുന്നു.
എന്നിട്ട് ആ വീട് പരിശോധിക്കുന്നതിന് ഇടയിൽ ഒരുത്തൻ വന്ന് അശോകിൻ്റെ മുഖം തുണി കൊണ്ട് മൂടുന്നു. എന്നാൽ അശോക് അവനെ അടിച്ച് മൂലക്കിടുന്നു. അപ്പോൾ വേറൊരുത്തൻ വന്ന് അശോകിനെ പോട്ടിൽ വെച്ച് അടിച്ച് നിലത്തിടുന്നു. എന്നിട്ട് അവൻ, നീ എങ്ങനെ ഞങ്ങളെ കണ്ടെത്തി? എൻ്റെ മുഖം നീ കണ്ടിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അശോക് ചിരിച്ചുകൊണ്ട്, നിന്റെ അനുജന് സൗണ്ടില്ല, പക്ഷേ നിനക്ക് സൗണ്ടുണ്ടല്ലോ. ഈ ശബ്ദത്തെയാണ് ഞാൻ ഇത്രയും കാലം തേടിയത് എന്ന് പറഞ്ഞ് വില്ലന്മാരെ രണ്ടിനെയും തല്ലി ഇഞ്ചപരുവമാക്കി മൂലക്കിടുന്നു. ശേഷം കില്ലറുടെ വായ മൂടിക്കെട്ടി അവൻ്റെ അനുജനെ അവൻ്റെ മുന്നിലിട്ട് അശോക് തല്ലിക്കൊല്ലുന്നു. എന്നിട്ട് കില്ലറുടെ വായിലേക്കിട്ട് അയച്ചപ്പോൾ അവൻ, ഞങ്ങളല്ല ആ സീരിയൽ കില്ലർ, ഞങ്ങൾ നിന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണിനെ കൊന്നിട്ടില്ല. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കിട്ടിയതാണ്. കാസി എന്നയാളാണ് കൊട്ടേഷൻ തന്നത്. പക്ഷേ അയാളും മരിച്ചു. അയാളാണ് 4ാമത്തെ ബോഡി. അയാളെയാണ് സൈക്കോ കില്ലർ കൊന്നുകളഞ്ഞത്. ആ മാർക്കറ്റിൽ കിട്ടിയ ബോഡി അത് കാശിയുടെ ബോഡിയാണ്. അയാളാണ് ഞങ്ങൾക്ക് നിന്റെ കൂടെയുള്ള പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നത്. എന്നിട്ട് ആ കൊല സൈക്കോ കില്ലർ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു കാശിയുടെ പ്ലാൻ. അന്ന് നിങ്ങളെ ഫോളോ ചെയ്ത് നിന്നെ തല്ലി ബോധം കെടുത്തിയപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വന്നു. അപ്പോൾ തന്നെ അവളെ പെട്ടെന്ന് കൊന്നു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ കാസി വന്ന് ഞങ്ങളെ തടഞ്ഞു. എന്നിട്ട് ഞങ്ങളെ പറഞ്ഞയച്ചു. പിന്നീട് ഞങ്ങൾ കാസിയെ കണ്ടിട്ടില്ല. എന്നാൽ നായകൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. നിന്നെ വെറുതെ വിടണമെങ്കിൽ നീ എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞതായെന്ന് പറയുന്നു. അപ്പോൾ ആ കില്ലർ, കാസി ഒരാഴ്ച താമസിച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാം, എന്നെ വെറുതെ വിടുമെന്ന് കില്ലർ യാചിക്കുന്നു. അങ്ങനെ കാശിയുടെ ഡീറ്റെയിൽസ് വാങ്ങി അശോക് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നാൽ കില്ലറെ വെറുതെ വിടാൻ അശോകിൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവൻ തിരിച്ചു ഉള്ളിലേക്ക് പോയി അവനെ കൊന്ന് ആ വീടിന് തീയിടുന്നു. ശേഷം അശോക് കാസിയെ അന്വേഷിച്ച് ഇറങ്ങുന്നു. എന്നാൽ ആർക്കും അങ്ങനെ ഒരാളെ പരിചയമില്ല. അങ്ങനെ അശോക് കാശി അന്വേഷിച്ച് അലയുമ്പോൾ സിനിമയുടെ തുടക്കത്തിൽ അശോകിനോട് സംസാരിച്ച ആ പ്രായമുള്ള ആളെ അശോക് കാണുന്നു. അയാളെ കണ്ടതും അയാളോട് പോയി അശോക് പരിചയം പുതുക്കുന്നു. ശേഷം കാസിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ ആ അപ്പൂപ്പൻ, ഇവനെ എനിക്കറിയാം, കുറച്ചു കാലം മുമ്പ് ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്നു. അതുമാത്രമല്ല, നമ്മുടെ പഴയ ഇൻസ്പെക്ടർ ഫ്രാൻസിസ് അയാളെ വന്നിരുന്നു. എന്നെ കണ്ടപ്പോൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞത് കാസിയെ അന്വേഷിച്ച് വന്നത് എന്നാണ്. ഇതറിഞ്ഞ അശോക് ഇൻസ്പെക്ടർ ഫ്രാൻസിസിനെ സംശയിക്കുന്നു. അങ്ങനെ ഫ്രാൻസിസിൻ്റെ വീട്ടിലേക്ക് അശോക് വരുന്നു. എന്നാൽ ഫ്രാൻസിസ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫ്രാൻസിസ് വരുന്നു. അപ്പോൾ അശോക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അശോക് സ്റ്റഡി റൂമിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഫ്രാൻസിസിൻ്റെ മകൻ അവൻ്റെ അച്ഛൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ അമ്മ വന്ന്, അച്ഛൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്താൽ അച്ഛൻ നിന്നെ വഴക്ക് പറയും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് വരുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ട മകനെ ഫ്രാൻസിസ് വഴക്ക് പറയുന്നു. ശേഷം അശോക് ഫ്രാൻസിസിനോട്, എന്തിനാണ് കാശിയെ കാണാൻ പോയത്? കാശി ആരാണ് എന്ന് അറിഞ്ഞിട്ടും അവൻ്റെ ബോഡി അൺഐഡൻറ്റിഫൈഡ് ബോഡി എന്ന് പറഞ്ഞ് എന്തിനാണ് നീ കേസ് ക്ലോസ് ചെയ്തത്? ആരാണ് ലീനയെ കൊല്ലാൻ പറഞ്ഞത്? നീയാണോ എന്നൊക്കെ അശോക് ഫ്രാൻസിസിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട ഫ്രാൻസിസ് അശോകിനോട്, നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്, ലീനയെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നു. അങ്ങനെ അശോക് ഇറങ്ങാൻ നേരം ഫ്രാൻസിസിൻ്റെ കഴുത്തിൽ കത്തിവെച്ച്, ലീനയെ കൊല്ലാൻ നോക്കിയ 2 പേരെ ഞാൻ കൊന്നുകളഞ്ഞു, ഇപ്പോൾ ഞാൻ മനുഷ്യനല്ല, മര്യാദയ്ക്ക് നടന്ന കാര്യം പറയാൻ പറയുന്നു. അങ്ങനെ ഫ്രാൻസിസ് അശോകിനോട്, ആ സൈക്കോ കൊലയാളി ആരാണെന്ന് അറിയണോ? ലീനയെ കൊന്നത് ആരാണ് എന്ന് അറിയണോ എന്ന് പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അന്ന് ഗൗരി കൊല്ലപ്പെട്ട രാത്രിയിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു. ഒരുത്തൻ വന്ന് വാതിൽ മുട്ടി ഗൗരിയോട്, അനുജൻ മയങ്ങി വീണു, കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. ഗൗരി വേഗം ഉള്ളിൽ പോയി വെള്ളം കൊണ്ടുവരുന്നു. അങ്ങനെ ആ ബോധം കെട്ടവൻ്റെ മുഖത്ത് ഒഴിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ ആ ബോധം കെട്ടവൻ ഗൗരിയെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ പിറകിൽ നിന്നും 2 പേർ വരുന്നു. അതൊരു ട്രാപ്പായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് മന്ത്രിയുടെ മകൻ അപമര്യാദയായി പെരുമാറിയതിന് ഗൗരി അവൻ്റെ മുഖത്തേക്ക് അടിച്ചിരുന്നു. അതിനു പകരം വീട്ടാനാണ് അവൻ അവൻ്റെ സുഹൃത്തുക്കളെയും ഏട്ടനെയും കൂട്ടി വന്നത്. അവരെല്ലാവരും കൂടി അവളെ പൊക്കിയെടുത്ത് വീടിനകത്തേക്ക് കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. എന്നാൽ മന്ത്രിയുടെ 2ാമത്തെ മകന് അവളെ ശരിക്കും റേപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കൾ കഴിവുകെട്ടവനെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ അവരെല്ലാവരും അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഗൗരിയെ തലക്കടിച്ച് കൊല്ലുന്നു. ശേഷം വീട്ടിലെത്തിയ മന്ത്രിയുടെ 2ാമത്തെ മകന് നേരത്തെ മറ്റവർ കഴിവില്ലാത്തവനെന്ന് കളിയാക്കിയത് ഓർത്ത് ദേഷ്യം വരുന്നു. അങ്ങനെ അവൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി വീണ്ടും ഗൗരിയെ തേടി വരുന്നു. എന്നിട്ട് മരിച്ച ഗൗരിയെ വീണ്ടും അവൻ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതേ സമയം അങ്ങോട്ടേക്ക് ലീന വരുന്നു. ലീന ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിലവിളിക്കുന്നു. അപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച മന്ത്രിയുടെ 2ാമത്തെ മകനെ ലീന തലക്കടിച്ച് കൊല്ലുന്നു. ശേഷം ലീന ഫ്രാൻസിസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഫ്രാൻസിസാണ് ഗൗരിയുടെ കയ്യിലും മന്ത്രിയുടെ 2ാമത്തെ മകൻ്റെ കയ്യിലും X എന്ന അടയാളം വരച്ച് ഒരു സൈക്കോയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തെന്ന രീതിയിൽ വരുത്തി തീർത്തത്. അതുമാത്രമല്ല, മന്ത്രിയുടെ വീട്ടിൽ പോയി ബഗ് വെച്ച് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഫ്രാൻസിസ് ഒളിഞ്ഞു കേട്ടു. അപ്പോഴാണ് ഗൗരിയെ കൊന്നത് മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ 4 പേരാണെന്ന് കാര്യം ഫ്രാൻസിസ് അറിയുന്നത്. എന്നാൽ മന്ത്രിയുടെ 2ാമത്തെ മകൻ്റെ ബോഡി കിട്ടിയപ്പോൾ ലീനയാണ് കൊന്നത് എന്ന് മന്ത്രി മാരിയപ്പന് മനസ്സിലായി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മന്ത്രിയുടെ 2ാമത്തെ മകൻ വീണ്ടും ഗൗരിയെ റേപ്പ് ചെയ്യാൻ വന്നപ്പോൾ അവൻ്റെ ആണത്വം തെളിയിക്കാൻ വേണ്ടി അവൻ ഗൗരിയെ വീണ്ടും റേപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മൊബൈൽ ക്യാമറയിൽ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതറിയാതെ ലീന അവനെ തല്ലി കൊല്ലുന്നതും റെക്കോർഡായി. ശേഷം
ലീന ഫ്രാൻസിസിനെ വിളിക്കാൻ പുറത്തേക്ക് പോയ നേരം അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ ഈ മൊബൈൽ എടുത്ത് അവൻ്റെ ഇന്നറിനുള്ളിൽ ഒളിപ്പിക്കുന്നു. അങ്ങനെ ബോഡി കണ്ടു കിട്ടിയപ്പോൾ ആ ഫോണും അവർക്ക് കിട്ടി. അവർ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലീന മന്ത്രിയുടെ മകനെ അടിച്ചുകൊല്ലുന്ന വീഡിയോ അതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ലീനയാണ് കൊലപാതകിയെന്ന് മന്ത്രി മാരിയപ്പന് മനസ്സിലായത്. ആ വീഡിയോ കണ്ട് മാരിയപ്പനും കൂട്ടരും ലീനയെ കൊല്ലാൻ കാശിയെ ഏർപ്പാടാക്കുന്നു. ഇതറിഞ്ഞ ഫ്രാൻസിസ് ലീനയും അശോകും പുറത്തുപോയി എന്ന് അറിഞ്ഞ് അവരെ തേടി വന്നപ്പോൾ കാശി ലീനയെ കൊല്ലുന്നതാണ് കണ്ടത്. അങ്ങനെ വേറെ വഴിയില്ലാതെ ഫ്രാൻസിസ് കാശിയെ കൊല്ലുന്നു. അവൻ്റെ ഐഡൻറ്റിറ്റി നശിപ്പിക്കാനാണ് കാശി താമസിച്ച വീട്ടിലേക്ക് ഫ്രാൻസിസ് അന്ന് പോയത്. എന്നാൽ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ആ പ്രായമായ ആൾ ഫ്രാൻസിസിനെ കണ്ടത്. ഇക്കാര്യങ്ങളൊക്കെ ഫ്രാൻസിസ് അശോകിനോട് പറയുന്നു. അപ്പോൾ അശോക്, 5 വർഷമായി ഞാൻ അലയുന്നു, എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? അപ്പോൾ ഫ്രാൻസിസ്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പ്രതികാരം വീട്ടാൻ പോകും, വെറുതെ നിന്റെ ജീവിതവും തകരും. ഇതിൻ്റെ തെളിവായി മന്ത്രിയും കൂട്ടരും സംസാരിച്ചത് ബഗ് ചെയ്ത ഫ്രാൻസിസ് അതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. ആ ഓഡിയോ റെക്കോർഡ്സൊക്കെ അശോകിന് കേൾപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അശോക് ഫ്രാൻസിസിനോട് ഒരു സഹായം ചോദിക്കുന്നു. ശേഷം അശോക് മന്ത്രിയുടെ മൂത്ത മകനെ കൊല്ലാനായി തട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അവനെ തല്ലി ഇഞ്ചപരുവമാക്കുന്നു. അപ്പോൾ അവൻ, എനിക്കറിയാം, നീയും അവളും ചേർന്നല്ലേ എൻ്റെ അനുജനെ കൊന്നത്. അന്ന് അവൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ നിന്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഹീറോയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഫ്രാൻസിസ് പറഞ്ഞത് ലീന മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും ലീനയാണ് അവനെ കൊന്നത് എന്നും. പക്ഷേ മന്ത്രിയുടെ മകൻ പറയുന്നു ഒരു ആണും അവിടെ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഈ സംശയമൊന്നും മന്ത്രിയുടെ മകനെ അറിയിക്കാതെ അശോക് അവനെ തല്ലിക്കൊല്ലുന്നു. എന്നാൽ മന്ത്രിയുടെ മകനെ കാണാതായ വിവരം ഡ്രൈവർ പോലീസിനെ അറിയിക്കുന്നു. ഫ്രാൻസിസ് അന്വേഷണം ഊർജിതമാക്കുന്നു. എന്നാൽ അശോകിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഫ്രാൻസിസ് തന്നെയാണ്. അങ്ങനെ അശോക് മന്ത്രി മാരിയപ്പനെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. പിറ്റേ ദിവസം ചാനലിൽ ഇതാണ് വാർത്ത. മുൻ മന്ത്രി മാരിയപ്പൻ മരിച്ചുവെന്നും മന്ത്രിയുടെ മകനെ കാണാനില്ല എന്നും. അടുത്ത ഷോട്ടിൽ ഭാര്യയും മകനുമൊത്ത് ഫ്രാൻസിസ് പുറത്തുപോയ തക്കത്തിന് അശോക് ഫ്രാൻസിസിന്റെ വീട്ടിൽ കയറി അവൻ്റെ സിസ്റ്റം പരിശോധിക്കുന്നു. സിസ്റ്റത്തിന്റെ പാസ്വേഡ് അന്നൊരിക്കൽ ഫ്രാൻസിസിന്റെ മകൻ ടൈപ്പ് ചെയ്തത് അശോക് നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ ഫോൾഡേഴ്സും അശോക് ചെക്ക് ചെയ്യുന്നു. ഒന്നും കിട്ടുന്നില്ല. അവസാനം ഹിഡൻ ഫോൾഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു വീഡിയോ ഫയൽ കാണുന്നു. അശോക് ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ലീന മന്ത്രിയുടെ മകനെ കൊല്ലുന്ന വീഡിയോ ആയിരുന്നു അത്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വീഡിയോ കോപ്പി ചെയ്ത ഡേറ്റും മന്ത്രിയുടെ മകൻ മരിച്ച ഡേറ്റും ഒന്നു തന്നെയാണ്. അതായത് മന്ത്രിയുടെ മകൻ മരിച്ച ദിവസം തന്നെ ഫ്രാൻസിസിന് ഈ വീഡിയോ കിട്ടിയിരുന്നു. പിന്നെ ആരാണ് ഫോൺ മന്ത്രിയുടെ മകൻ്റെ ഇന്നറിനകത്തേക്ക് ഇട്ടത് എന്ന് അശോക് ആലോചിക്കുമ്പോൾ പിറകിൽ നിന്ന് വന്ന് ഫ്രാൻസിസ് അശോകിനെ അടിച്ചിടുന്നു. അപ്പോൾ അശോക്, തനിക്ക് മനസ്സിലായ കാര്യവും ആ വീഡിയോ അന്ന് തന്നെ നിനക്ക് കിട്ടിയിരുന്നുവല്ലേ എന്ന് ഫ്രാൻസിസിനോട് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് ഗണ്ണെടുത്ത് അശോകിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അശോക് ഒഴിഞ്ഞുമാറി ഫ്രാൻസിസിനെ അടിച്ച് ബോധം കെടുത്തുന്നു. അപ്പോൾ ഫ്രാൻസിസിന്റെ ഫോൺ റിംഗ് ആവുന്നു. ആരാണ് ഫോൺ ചെയ്യുന്നതെന്ന് അറിയാൻ അശോക് ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ലീന കോളിംഗ് എന്ന് എഴുതിയിരിക്കുന്നത് സ്ക്രീനിൽ കണ്ട അശോക് കൺഫ്യൂസ് ആകുന്നു. ശേഷം അശോക് കോൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ലീനയുടെ ശബ്ദം കേട്ട് അശോക് ആകെ ഷോക്കാകുന്നു. അശോകിനൊന്നും മനസ്സിലാകുന്നില്ല. അശോകിന് മാത്രമല്ല നമുക്കുമൊന്നും മനസ്സിലാവില്ല. അവൻ വേഗം ബോധം കെട്ട ഫ്രാൻസിസിനെ എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പോഴാണ് ഫ്രാൻസിസ് എന്താണ് ശരിക്കും നടന്നത് എന്ന് പറയുന്നത്. ഫ്രാൻസിസിന്റെ അച്ഛൻ വേറെ മതത്തിൽപ്പെട്ട ഒരുത്തിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ലീനയുടെ മുത്തച്ഛൻ അവരെ പുറത്താക്കി. ഗതികേട് കൊണ്ട് ഫ്രാൻസിസിന്റെ അച്ഛനും അവനും മുത്തച്ഛനെ കാണാൻ വന്നെങ്കിലും അയാൾ ഇവരെ അടുപ്പിച്ചില്ല. അയാൾ ഇവരെ സ്വീകരിച്ചില്ല. എന്നാൽ കൊച്ചുമകളായ ലീന വേറെ മതത്തിൽപ്പെട്ട ഒരുത്തനെ സ്നേഹിച്ചപ്പോൾ മുത്തച്ഛന് എതിർപ്പൊന്നും പറഞ്ഞില്ല. അതുമാത്രമല്ല, ഫ്രാൻസിസിന് അവകാശപ്പെട്ട സ്വത്തുക്കളൊന്നും മുത്തച്ഛൻ ഫ്രാൻസിസിന് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീന മന്ത്രിയുടെ മകനെ അടിച്ചുകൊന്നു എന്ന കാര്യം ലീന തന്നെ ഫ്രാൻസിസിനോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഫ്രാൻസിസ് എത്തുമ്പോൾ അവൻ മരിച്ചില്ലായിരുന്നു. അവൻ അവൻ്റെ ഏട്ടനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിസിന്റെ ശബ്ദമാണ് മരിച്ചവൻ്റെ ഏട്ടൻ കേട്ടത്. ശേഷം ഫ്രാൻസിസ് ആണ് മന്ത്രിയുടെ മകനെ കൊല്ലുന്നത്. ആ വീഡിയോയുള്ള ഫോൺ മനഃപൂർവ്വം ലീനയെ കൊടുക്കാൻ വേണ്ടി മരിച്ചവൻ്റെ ഇന്നറിനുള്ളിലേക്ക് ഫ്രാൻസിസ് തന്നെയാണ് ഇട്ടുവെച്ചത്. ആ വീഡിയോ മന്ത്രിക്ക് കിട്ടിയാൽ അവർ എന്തായാലും ലീനയെ കൊന്നുകളയും എന്ന് ഫ്രാൻസിസ് കണക്കുകൂട്ടി. അപ്പോൾ സ്വത്ത് മുഴുവനും ഫ്രാൻസിസിന്റെ കയ്യിലാവും എന്നവൻ കരുതി. എന്നാൽ മുത്തച്ഛൻ എഴുതിയ വിൽപ്പത്ര പ്രകാരം ലീനയുടെ മരണശേഷം ഈ സ്വത്തുക്കൾ മുഴുവൻ ചർച്ചിന് പോകും. ഇതറിഞ്ഞ ഫ്രാൻസിസ് അടവ് മാറ്റി. അവൻ നേരെ ലീനയുടെ അച്ഛൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ വീഡിയോ കാണിക്കുകയും ചെയ്തു. ലീന ജീവനോടെ ഇരുന്നാൽ മന്ത്രിയും കൂട്ടരും അവളെ കൊല്ലും. അതുകൊണ്ട് ലീനയെ മരിച്ചുവെന്ന് ഈ നാട്ടുകാരും മന്ത്രിയും വിശ്വസിക്കണം. അതുമാത്രമേയുള്ളൂ ലീനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക വഴി എന്ന് ഫ്രാൻസിസ് ലീനയുടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷേ ലീനയെ രക്ഷിക്കാൻ 2 കണ്ടീഷൻ ഫ്രാൻസിസ് മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ആ വീടും പറമ്പും ഫ്രാൻസിസിന്റെ പേരിലാക്കണം. പിന്നെ അശോകും ലീനയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുത് എന്നും. ലീനയുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ അച്ഛൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ കാസി ഇവരെ ആക്രമിച്ച രാത്രി ലീനയെ കാറിൽ കയറ്റി അശോക് മരിച്ചെന്ന് ലീനയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചതിന് ശേഷം അവളെ നാടുകടത്തുന്നു. അതുകൂടാതെ അവളുടെ വസ്ത്രം ധരിപ്പിച്ച് മോർച്ചറിലുണ്ടായ ഒരു അനാഥശാപം മുഖം തിരിച്ചറിയാത്ത പോലെ അടിച്ചതിന് ശേഷം ആ സ്പോട്ടിൽ കൊണ്ടിടുന്നു. പിന്നീട് അവളുടെ അച്ഛനും ഇതാണ് ലീന എന്ന് പറഞ്ഞതോടെ പോലീസ് അത് ലീന എന്ന് വിശ്വസിക്കുന്നു. സൈക്കോയാണ് ഈ കൊലയും ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഫ്രാൻസിസ് എക്സ് മാർക്ക് ആ മൃതദേഹത്തിലും വരച്ചിരുന്നു. അങ്ങനെ ലീന ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം അറിഞ്ഞ അശോക് ലീനയെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ ഫ്രാൻസിസ് അത് തടയുന്നു. അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്.
അവൾ ഇപ്പോൾ വിദേശത്താണ്, ഇപ്പോൾ ഗോവയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നീ ഇപ്പോൾ അവളെ വിളിച്ചാൽ ആകെ കുഴപ്പമാകും. ഇത്രയും കേട്ടപ്പോൾ അശോക് ആകെ തകർന്നിരുന്നു. അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം അവൻ നേരെ ഗോവയിൽ പോയി ദൂരെ നിന്നും ലീനയെയും കുടുംബത്തെയും നോക്കിക്കാണുന്നു. അവൾ വളരെ സന്തോഷവതിയാണ്. അവൾക്കൊരു കുട്ടിയുണ്ട്. പെട്ടെന്ന് അവൾ അശോകിനെ നോക്കുന്നു. എന്നാൽ അശോക് മരത്തിനിടയിൽ ഒളിക്കുന്നു. ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അശോകിനെ കാണാൻ പ്രീതി വരുന്നു. അവൾ ഇനി ആ കില്ലറെ അന്വേഷിച്ച് പോകരുത്, പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അശോക്, ഇനി ഞാൻ ഒരിക്കലും ആ കില്ലറെ തേടി പോകില്ല, പുതിയ ജീവിതം അത് നിന്റെ കൂടെ ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നു. അശോക് അവളുടെ പ്രണയം സ്വീകരിച്ചു. മന്ത്രിയുടെ മൂത്ത മകന്റെ കൊലപാതകവും ഫ്രാൻസിസ് സൈക്കോയുടെ തലയിൽ കെട്ടിവെച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഫ്രാൻസിസ് ജോഗിങ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു മുഖമുടിധാരി വന്ന് ഫ്രാൻസിസിനെ അടിച്ചു കൊല്ലുന്നു. ആ മുഖമുടിധാരി വേറെ ആരുമായിരുന്നില്ല, അശോക് തന്നെയായിരുന്നു അത്. ലീനയെ അശോകിൽ നിന്നും പിരിച്ചതുകൊണ്ടാണ് അവൻ ഫ്രാൻസിസിനെ കൊന്നത്. ശേഷം വീട്ടിലെത്തിയ അശോക് കൈ കഴുകുന്നു. എന്നാൽ എത്ര കഴുകിയാലും അവൻ്റെ കയ്യിലുള്ള രക്തക്കറ പോകുന്നില്ല. പക്ഷേ അത് അശോകിന് തോന്നിയ ഒരു ഹാലുസിനേഷൻ മാത്രമായിരുന്നു. അശോക് ആകെ പേടിച്ച് വിറച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. ഇനി തനിക്കൊരിക്കലും പഴയ അശോകായി ജീവിക്കാൻ പറ്റില്ലേ എന്നോർത്ത് അവൻ ഒരുപാട് സങ്കടപ്പെടുന്നു. ഒരുപാട് കൊലകൾ ചെയ്തതുകൊണ്ട് തന്നെ അശോകിൻ്റെ മൈൻഡ് സെറ്റും മാറിയിരിക്കുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സ്? നായകൻ തന്നെ ഞെട്ടിധരിച്ചു പോയൊരു ക്ലൈമാക്സ് ആയിരുന്നു. നിങ്ങൾ ഞെട്ടിയോ? നായിക തിരിച്ചു വരുമെന്ന് നായകൻ പോലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ അവൾക്ക് വേണ്ടി അവൻ ഇത്രയും കാലം ജീവിച്ചു. ഇതേപോലെ ലീനയ്ക്കും അറിയാം അശോക് മരിച്ചെന്ന്. എന്നാൽ അവൾ പുതിയ ജീവിതം തേടിപ്പോയി. അതേപോലെ അശോകിനും അറിയാമായിരുന്നു ലീന മരിച്ചെന്ന്. പക്ഷേ അശോക് പുതിയ ജീവിതം തേടിപ്പോയില്ല. അവളെ കൊന്നവനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ്റെ ജീവിതം ഹോമിക്കുകയാണ് ചെയ്തത്. ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.